ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോന്നും സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന്റെ കമന്റ് ബോക്സിൽ നിന്ന് എഴുതി കൂടി അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട്. നമസ്കാരം, PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ വൈക്കടവ് അങ്ങാടിയിലാണ്. വൈക്കടവ് അങ്ങാടിയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം. നമ്മൾ CNG കാലിക്കറ്റ് ഊട്ടി റോഡ് ആകെ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം. നല്ല അതിമനോഹരമായ നല്ലൊരു 10 സെന്റിൽ ഒരു വീടാണ് ഇപ്പൊ കാണിച്ചത്. നല്ല ഒരു വരുമാനം കുറച്ച് ദിവസം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ കവുങ്ങുമെന്നൊക്കെ അടക്കകളും പിന്നെ അതേമാതിരി മാവ് കവുങ്ങൊക്കെ ഏകദേശം പൂടൽ തുടങ്ങി. പിന്നെ ഇതിൽ അത്യാവശ്യം വരുമാനമുണ്ട്. തെങ്ങുണ്ട്, വാഴ ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല പ്ലാവുണ്ട്, പിന്നെ ചാമ്പക്ക, പിന്നെ ചക്ക. അങ്ങനെ ചക്ക ചക്ക അങ്ങനെ പിന്നെ ഓർക്കാപ്പുളി ഉണ്ട്. എല്ലാം ഉള്ള ഒരു നല്ലൊരു സ്ഥലം കൂടിയാണ് ഇപ്പൊ നിങ്ങളോട്. ഏകദേശം നല്ലൊരു എന്താ പറയാ ഒരു ഏരിയ കൂടിയാണ്. ഇപ്പൊ വീട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. പൈപ്പും വെള്ളം നമുക്ക് കൈ കഴുകാനും അതിനുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ സൈഡ് ഭാഗത്ത് കൂടെ ഒരു 3 അടി വഴി പോകുന്നുണ്ട്. ഇതിലേക്ക് 10 അടി, ഏകദേശം ഒരു 10-11 അടിയിലെ 10 അടി വഴി നമുക്ക് ഇതിലേക്ക് വീട്ടിലേക്ക് ഉണ്ട്. നല്ല ഒരു വീട് തന്നെ നമുക്ക് പറയാം. ഒരു 900 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലാണ് വീടുള്ളത്. ഒരു 10 സെന്റാണ്. ഒരു 890 ഒക്കെ അത്യാവശ്യം 900 അടുത്തുണ്ട്. ഞാൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ 2 ഭാഗത്തും നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. വീട് ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ, നല്ല ഹൈറ്റിലാണ് വീടുള്ളത്. നല്ല തണുപ്പാണ്, മരങ്ങൾ ഉണ്ടായത് കൊണ്ട് തണുപ്പ് നല്ല ഉൾക്കൊള്ളുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഹാളിലേക്ക്, ലിവിങ് ഹാളിലേക്ക് കയറിയ ആളുകൾക്ക് വന്നിരിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ടേബിൾ ഇടാനും നല്ലൊരു സൗകര്യമുണ്ട്. നല്ല ഉഷാറാണ് വീട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ വർക്കൊക്കെ എല്ലാം പണി കഴിഞ്ഞ് ഉഷാറായി. ഒരു പണി ഒന്നും എടുക്കാനില്ല. ഇനി ആണെങ്കിൽ നിങ്ങൾക്ക് കയറുമ്പോൾ ഒരു വീട്ടിൽ പെയിന്റ് അടിക്കണം. അതും പെയിന്റ് അടിക്കാനൊന്നുമില്ല. കോമൺ ബാത്റൂം ആണുള്ളത് വീടിന്റെ. നമ്മളെ സ്റ്റെയർ കേസിന്റെ സൈഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ക്ലോസറ്റ് ഒക്കെ നിങ്ങൾ നല്ല കമ്പനി ക്ലോസറ്റുകളാണ്, നല്ല സൂപ്പർ ക്ലോസറ്റ് ആണുള്ളത്. പിന്നെ അതേമാതിരി വീട് നല്ലൊരു കോമൺ ബാത്റൂമിൽ നല്ല ഒരു അടിപൊളി വീടാണ് ഇപ്പൊ കാണിച്ചത്. ഫസ്റ്റത്തെ റൂം ഞാൻ കാണിച്ചത്. വീട് കയറി വരുമ്പോ തന്നെ ഇടതു ഭാഗത്തെ ഫസ്റ്റത്തെ റൂം, അത് വീടിന്റെ റൂമിന്റെ ഒക്കെ വിസ്താരം വീതിയും വലുപ്പം നോക്കിക്കൂടെ നമുക്ക് അലമാര സൈഡ് ഭാഗത്ത് വന്നിക്കുന്നത്. നല്ല വീതിയും വലുപ്പത്തിലാണ് റാക്ക് അതിന്റെ സ്ലാവുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് നല്ല തള്ളലാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. നല്ലൊരു അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യം അതിലുണ്ട്. റൂമും നല്ല വിശാലമായ റൂമാണ്. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂമും നമ്മളെ ബാത്റൂം കോമണിന്റെ 2 അടിയിലായിട്ട് സ്റ്റെയർകേസിന്റെ നടുവിലായിട്ട് ഇടയിലായിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ റൂം. ബാക്ക് ഭാഗത്ത്, അതായത് രണ്ടാമത്തെ റൂം 2 റൂമാണുള്ളത്. നല്ല അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ വീതിയും വലുപ്പമുണ്ട്. ഇത് അലമാര സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നമുക്ക് എങ്ങനെ സ്ലാവ് കൊടുക്കണമെങ്കിൽ അതിന് മോഡൽ കൊടുക്കുക. അങ്ങനെ അടിഭാഗത്ത് നല്ല അടിപൊളി ടൈലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വീട് ഹൈറ്റാണ്, നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഒരു ഭാഗത്തൊരു വിള്ളലോ കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ലൊരു ഒതുങ്ങിയ 10 സെന്റ് ഉണ്ട്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നേരെ നമ്മൾ കിച്ചണിലേക്കാണ്. നമുക്ക് അത്യുവിശാലമായ നല്ലൊരു കിച്ചൺ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ടേബിൾ ഇവിടെ ഇടണമെങ്കിൽ ഇതും ചെയ്യാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമുക്ക് ഗ്ലാസുകൾ വെക്കാനും പിന്നെ റാക്കുകൾ നമുക്ക് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാം. ടൈൽസ് ഒക്കെ നല്ല ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ മോട്ടറിന്റെ സ്വിച്ച് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്തോട്ട് എന്താണ് ഇപ്പൊ ഒന്ന് നോക്കി പുറത്ത് ഒരു വർക്കര് ഇതിന്റെ പുറം ഭാഗത്തുണ്ട്. നല്ല ഒരു അടുപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്, സാധാ അടുപ്പ്. നമുക്ക് കാറ്റൊന്നും അങ്ങോട്ടൊന്നും പിടിക്കാതിരിക്കാൻ, പെട്ടെന്ന് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കെട്ടിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെ. വീടിന്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടോളി, എല്ലാ ഭാഗത്തും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാത്രം കഴുകാൻ നല്ലൊരു കൊട്ടത്തളം, കൊട്ടത്തളം ഞങ്ങൾ ഇവിടെ പറയാം. അവിടെ എന്തെങ്കിലും പറയാൻ കമന്റ് ബോക്സിൽ എഴുതി വിടുക. നല്ലൊരു അടിപൊളി ഒരു കൊട്ടത്തളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തോട്ട് ആളുകൾ ചോദിച്ചു ബാത്റൂം പുറത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നേരെ ഇങ്ങോട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ നല്ലൊരു ബാത്റൂം ഇതിലുണ്ട്. നമുക്ക് ടോയ്ലറ്റ് സാധാ ക്ലോസറ്റാണ്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. പിന്നെ മോട്ടർ ഇതിലെന്തോ കംപ്ലൈന്റ് ഇല്ല. പിന്നെ ബാക്ക് ഭാഗം നോക്കിക്കോളി. ബാക്ക് ഭാഗം മൊത്തം തേച്ച് വൃത്തിയാക്കി, സൈഡ് ഭാഗമൊക്കെ നല്ല കരിങ്കല്ലുകൊണ്ട് കെട്ടി നല്ല വൃത്തിയാക്കി ഒരു 10 സെന്റിൽ അരുവക്കണ്ട പീസ് തന്നെ നമുക്ക് പറയാം. നല്ലൊരു സൗകര്യമുള്ള നല്ല സ്ക്വയർ വരുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. സ്ഥലത്തിന്റെ വലതു ഭാഗത്ത്, അല്ല നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്ത് ശ്രദ്ധിച്ചോളി. കണ്ടങ്ങോട്ട് എന്താണ്
ഏത് ആളുകൾക്കും ചെറിയൊരു മിനി കുടുംബത്തിന് നല്ല ചെലവ് കഴിഞ്ഞു പോകാൻ ഇതിമ തന്നെ കിട്ടാണ്ട്. ഒന്നും നോക്കണ്ട മക്കളെ മുത്തുമണികളെ, വന്നോളി. നല്ല പറ്റാത്ത കിണർ, അത് 9ന്റെ റിങ് അല്ല, 9ന്റെ റിങ്ങാട്ടോ, വെച്ച് വാർത്ത് 9ന്റെ റിങ്. നല്ല അതിമനോഹരമായ വീടുകളാണ് കാണുന്നത്. അവിടുന്ന് അങ്ങനെ നോക്കിക്കോളൂ, വീടുകളുണ്ട്. പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല, അതാണ് നിങ്ങൾക്ക് പോയിന്റ് അടുത്തൊന്നും അല്ല. പിന്നെ മദ്രസ ആയാലും പള്ളി ആയാലും ഒക്കെ ഏകദേശം തൊട്ട് ഇവിടെ തന്നെയാണ്. മദ്രസും പള്ളിയുണ്ട്, അമ്പലമായാലും തൊട്ടടുത്താണ്. പിന്നെ ചർച്ചും അതേമാതിരി തന്നെ, ഏത് വിധ ചർച്ചുകളും അല്ലെ എല്ലാം ഇവിടെ തൊട്ടടുത്താണ്. ഞാനിത് റൗണ്ടാക്കി ഒന്നും പറയുന്നില്ല. ഒരു 19.5 ലക്ഷം രൂപ, 10 സെന്റ് ഇതിലേക്ക് വണ്ടി വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യമുണ്ട്. അത് കറുത്ത റോഡിൽ നിന്ന് അതിന് ഏകദേശം ഒരു 4-5 വീട് കഴിഞ്ഞ കറുത്ത റോഡാണ്. നല്ല അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്നത് 19.5 ലക്ഷം രൂപ, 900 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ. ഇതിലറിഞ്ഞിപ്പോ അല്ലാതെ കുറെ അല്ല, നല്ല ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് കച്ചവടമൊക്കെ അല്ലേ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കാം. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് 2 നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ.